ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നോക്കുക. അത്രയ്ക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാനിന്നിവിടെ നിങ്ങൾക്ക് 2 പ്രോഡക്റ്റ് കാണിച്ചു തരാം. നമ്മുടെ ഫേസിൽ എടുത്ത് കാണിക്കുന്ന അല്ലെങ്കിൽ കണ്ണിന് ഏറ്റവും കൂടുതൽ ഭംഗി തരുന്ന നമ്മുടെ ഐബ്രോസ് നോക്കിയിട്ടായിരിക്കും. ചിലവർക്ക് നല്ല തിക്കായിട്ടുള്ള ഐബ്രോസ് ആണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെയർസ് ഒന്നും ഉണ്ടാവാറില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഐബ്രോ പൗഡർ പാലറ്റ് യൂസ് ചെയ്യാം. ഞാനിത് വർക്ക് ടൈമിൽ എൻ്റെ ക്ലയൻസിന് യൂസ് ചെയ്യുന്ന പാലറ്റാണ്. ഇത് പാക്കിൻ്റെ ഒരു 4 ഷെയ്ഡ് ഇതിൽ വരുന്നുണ്ട്. 2 ലൈറ്റ് ഷെയ്ഡും ഒരു മീഡിയം ഒരു ഡാർക്ക് ഷെയ്ഡും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഐബ്രോസിൽ വലുതായിട്ട് കയറി പണിയാൻ നിൽക്കരുത്. ഉറപ്പായിട്ട് കുളമാവും. അവസാനം പിള്ളേച്ചൻ്റെ ലുക്കായിരിക്കും നിങ്ങൾക്ക്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ മിഡിലിൽ വെച്ച് മാത്രം നമ്മുടെ ഐബ്രോസിൻ്റെ ആർച്ച്ഡ് ഏരിയയില്ലേ അവിടെ മാത്രം നന്നായിട്ട് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാലറ്റിൽ തന്നെ ഒരു ബ്രഷും അതിൻ്റെ കൂടെ തന്നെ ഒരു കോമ്പും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത ശേഷം ഈ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോതി കൊടുക്കുക. അപ്പോൾ കൂടുതൽ ഭംഗി ഉണ്ടാവും. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഐബ്രോസ് ഒട്ടുമേ ഇല്ലാത്തവർ അല്ലെങ്കിൽ ഐബ്രോസിന് ഒട്ടുമേ കട്ടിയില്ലാത്തവർ മാത്രം യൂസ് ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതൊരു ക്രീം ടൈപ്പാണ്. ഇതും പാക്കിൻ്റെ തന്നെ ഒരു അടിപൊളി ഷെയ്ഡാണ്. നിങ്ങൾ ബ്ലാക്ക് അല്ലാതെ എപ്പോഴും ഒരു ബ്രൗണിഷ് ഷെയ്ഡ് വാങ്ങിക്കാൻ നോക്കുക. അപ്പോഴായിരിക്കും ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു ഐബ്രോ ട്യൂട്ടോറിയൽ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.